ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതൊക്കെ അവര് തന്നെ കൈകാര്യം ചെയ്തോളും. അവരെ കൊണ്ടത് പറ്റുന്നില്ലല്ലോ. അതൊക്കെ പറ്റും. ഞങ്ങള് സ്ഥിരമായിട്ട് പോകുന്നല്ലേ. എന്റെ ആയ കൊറേ കാലമായിട്ട് എന്റെ കൂടെ തന്നെയാ. അതിലിത്ര ആലോചിക്കാനുണ്ടോ? ഞാനും സൂര്യൻ ദാ ഇവിടെ നിൽക്കുന്നു. വരുണാണെങ്കിൽ തനിച്ചും. പക്ഷേ പ്രിയങ്കയെ കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞപ്പോ അതല്ല കാര്യം എന്നല്ലേ താൻ പറഞ്ഞത്? അയ്യോ, അതൊക്കെ ഞാൻ മനസ്സിൽ കൊണ്ട് നടക്കാണോ? എനിക്കെന്താ ഒരു തമാശ പറയാൻ പോലും പറ്റില്ലേ? ആ, ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം. നമ്മുടെ അനിയൻ ചെക്കനെ അവന്റെ പ്രാണപ്രിയയെ വിട്ടു പിരിഞ്ഞതിലുള്ള കാര്യ. ആ, എങ്കിൽ കുറച്ച് അനുഭവിച്ചോട്ടെ. അത് വലിയ കുഴപ്പമില്ലാത്തൊരു കാര്യം. സൂര്യ, ഈവനിങ് നമുക്ക് നടന്നാലോ? ആ, അതൊരു പ്ലാൻ ഉണ്ട്. എല്ലാരും ഒന്നിച്ചല്ല, നമ്മള് മാത്രം. അച്ഛന്റെ മരുന്റെ മുമ്പില് സൂര്യയുടെ കൈ പിടിച്ച് നടക്കാൻ എനിക്ക് നാണക്കേടാ. നമ്മള് മാത്രമാകുമ്പോ കുഴപ്പമില്ലല്ലോ. ആരാ കോൾ എടുക്കുന്നില്ലേ? അത് പ്രിയങ്കയെ വിളിക്കുന്നത്. എവിടെ എത്തിയെന്നൊക്കെ അറിയാനായിരിക്കും. ഞാനേ അവളോടൊന്ന് സംസാരിച്ചിട്ട് വരാം. അല്ല, സൂര്യയുടെ പ്രകൃതി ഭംഗി കാണലൊക്കെ നടക്കട്ടെ. ഹലോ, എന്തുപറ്റി എന്റെ കോൾ കെട്ടിയാൻ? നിന്റെ ഭർത്താവ് അടുത്തുണ്ടായിരുന്നോ? ഉണ്ടായാലും ഇല്ലെങ്കിലും നിനക്ക് എന്താ ഗൗതം? എനിക്കെന്താണോ? നീ എന്താ കരുതിയിരിക്കുന്നെ? എന്നെ ഈസിയായിട്ട് ചതിച്ചങ്ങ് ഒഴിവാക്കാന്നോ? നിന്നെ ഒഴിവാക്കാൻ എന്തിനാ ചതിക്കുന്നെ? നീ ആരാ ഗൗതം? വരുണിനോടോ സൂര്യയോടോ അച്ഛനോടോ നീ എനിക്ക് ശല്യമാണെന്നൊരു വാക്ക് പറഞ്ഞാ മതി. പിന്നെ എന്താ സംഭവിക്കാന്നറിയാലോ. അപ്പോ കൃത്യമായ തീരുമാനം നിന്റെ മനസ്സിലുണ്ട്. എന്നെ നൈസായിട്ട് ഒഴിവാക്കിയിട്ട് ഒരുപാട് കാലം നിങ്ങൾ അങ്ങനെ സൂചിച്ച് ജീവിക്കില്ല. എന്താ വേണ്ടെന്ന് എനിക്കറിയാം. വെറുതെ എന്നെ ചിരിപ്പിക്കല്ലേ ഗൗതം. ഇതുവരെ നീ ഏറ്റെടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തായെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അത് വെറുതെ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. ആ, എന്ന് വെച്ചാ ഗൗതമിനൊന്നും ചെയ്യാൻ പറ്റില്ല, അതല്ലേ? എനിക്കെന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. പോയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് തിരിച്ചെത്തുന്നതിനകത്ത് നിന്നെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചിരിക്കും. ഏതായാലും നീ ചെയ്ത് കാണിക്കും. അങ്ങനെയെങ്കിലും കുറച്ച് ധൈര്യം കിട്ടുമല്ലോ നിനക്ക്. ഗുഡ് ലക്ക്. അസിസ്റ്റന്റ് ഡിസ്ട്രിബ്യൂട്ടറോട് ജഗദീഷ് കൂടി ഒന്ന് സംസാരിക്കണം. ഞാൻ സംസാരിക്കാം സാർ. ഇന്ന് തന്നെ വിളിക്കാം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. പ്രിയ, ഏതെങ്കിലും വിധത്തിൽ അച്ഛൻ അറിഞ്ഞ പ്രശ്നമായിരിക്കും കേട്ടോ. അറിയാതിരിക്കാൻ പ്രാർത്ഥിക്കേണ്ടത് ചേച്ചിയാണ്. അറിഞ്ഞാ എനിക്കൊന്നുമില്ല. തൽക്കാലം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ആ പെട്ടിയും സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് വെക്ക്. ഹലോ, പ്രിയങ്ക കൃത്യസമയത്താണല്ലോ. ഞാൻ എല്ലായ്പ്പോഴും കൃത്യസമയം പാലിക്കാറുണ്ട് സർ. തുടക്കകാലത്ത് എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ പറയാറ്. കുറച്ച് കഴിയുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുക. ഞാൻ മുൻകൂട്ടി വാക്കൊന്നും പറയുന്നില്ല. കുറച്ചു കാലം കഴിയുമ്പോ ഞാൻ എങ്ങനെയാ പെരുമാറുന്നെന്ന് സാറിന് മനസ്സിലാവുമല്ലോ.
ആ ജിതിനെ അതൊന്ന് ഹെൽപ്പ് ചെയ്തേ. ഏയ് വേണ്ട വേണ്ട, അതിലൊക്കെ ഒരുപാട് പൊട്ടുന്ന സാധനങ്ങളൊക്കെ ഉള്ളതാ. അതൊക്കെ അവര് തന്നെ കൈകാര്യം ചെയ്തോളും. അവരെ കൊണ്ടത് പറ്റുന്നില്ലല്ലോ. ആ, അതൊക്കെ പറ്റും. ഞങ്ങള് സ്ഥിരമായിട്ട് പോകുന്നല്ലേ. എന്റെ ആയ കൊറേ കാലമായിട്ട് എന്റെ കൂടെ തന്നെയാ. ആ കോസ്റ്റ്യൂംസ് ഒക്കെ ഒന്ന് അടുക്കി പെറുക്കി വെച്ചേക്കെ. ചെല്ല. ഇവറ്റുകളെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല സർ. ഞാൻ പിന്നെ അല്പം സ്ട്രിക്റ്റ് ആയിട്ട് കൂടെ കൊണ്ട് നടക്കുന്നേ ഉള്ളൂ. പ്രിയങ്ക താൻ പോയി മേക്കപ്പ് ചെയ്തോളൂ. ഓക്കെ സർ. ശരി. ജഡ്ജ് ചെയ്യാനൊന്നും ആയിട്ടില്ല, പക്ഷെ അത്ര നല്ലതല്ല അല്ല ജഗദീഷേ? ഒരു സിനിമയിലേക്ക് കടന്നു വരുന്ന എല്ലാവരെയും ഒരുമിച്ച് നന്നാക്കാനുള്ള ഉത്തരവാദിത്വം ഒന്നും നമുക്കില്ലല്ലോ സാർ. നമുക്ക് നമ്മുടെ ജോലി ചെയ്യിപ്പിക്കുക, അവരെ പറഞ്ഞു വിടുക, അത്രേ ഉള്ളൂ. ചേച്ചി ഇതൊക്കെ എവിടെ വെക്കണ്ടേ? അങ്ങോട്ട് വെച്ചാ മതി. എന്നോട് നീ ചെയ്തതിനെല്ലാം ഈ ലൊക്കേഷനിലിട്ടാ ഞാൻ പകരം വീട്ടാൻ പോകുന്നത്. നിന്നെ ഞാൻ അനുഭവിപ്പിക്കും. ഇതൊരു ലൈറ്റ് മുഖത്തേക്ക് വീഴുന്നല്ലോ, ഒന്ന് മാറ്റാൻ പറ. അത് മാറ്റാനൊന്നും പറ്റില്ല മോളെ, അത് സൂര്യനാ. ഈ ചേർന്ന് ഇവിടുന്ന് മാറ്റിയിട്. മാറ്റിയിടാൻ.